ഹായ് ഓൾ, വെൽക്കം ടു ആൻസി ടെക് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ടെക്നിക്കൽ എക്സാംസിലെ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലെ സിലബസ് ആണ്. അതായത് ITI ഇലക്ട്രോണിക്സ്, ഡിപ്ലോമോ ഇലക്ട്രോണിക്സ്, BTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചവർക്ക് PSCയിൽ അപ്ലൈ ചെയ്യാവുന്ന ടെക്നിക്കൽ എക്സാംസിൻ്റെ സിലബസ് ആണ്. അതുപോലെ ITI ഇലക്ട്രിക്കൽ, ഡിപ്ലോമോ ഇലക്ട്രിക്കൽ, BTech ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കും ഈ സിലബസ് ഏതാണ്ട് ഒരുപോലെയാണ്, അവർക്കും ഇത് പ്രയോജനപ്പെടും. ഈ എക്സാംസിന് വേണ്ടിയുള്ള കോച്ചിങ് ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് ഉണ്ട്, ഇനിയും നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉള്ള എക്സാംസും ഉണ്ട്. ഈ സിലബസ് ചിലപ്പോൾ ചില ടെക്നിക്കൽ പോസ്റ്റിന് എക്സാംസിന് വ്യത്യാസപ്പെടും. അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഇലക്ട്രോണിക്സിലെ സിലബസ് ആണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. kseb അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ തുടങ്ങിയ എക്സാംസിൻ്റെ കോച്ചിങ്ങും ഞങ്ങൾ നടത്തി വരുന്നു. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മോഡ്യൂൾ 1-ലുള്ളത് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് സർക്യൂട്ട്സ്, കിർച്ചോഫ്സ് വോൾട്ടേജ് ആൻഡ് കിർച്ചോഫ്സ് കറണ്ട് ലോ, നോഡൽ അനാലിസിസ്, മെഷ് കറണ്ട് അനാലിസിസ്, transient response of AC and DC networks, sinusoidal steady state analysis, resonance, passive filters, ideal current and voltage sources, Thevenin's theorem, Norton's theorem, superposition theorem, maximum power transfer theorem, two-port networks, three-phase circuits, power and power factor in AC circuits. ഇനി മോഡ്യൂൾ 1-ൽ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറിയിലുള്ളതാണ്. കൂളംസ് ലോ, ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, electric flux density, Gauss law, divergence, electric field due to potential, line, plane and spherical charge distributions, effect of dielectric medium, capacitance of symbol configurations, Biot-Savart's law, Ampere's law, curl, Faraday's law, Lorentz force, inductance, magnetomotive force, reluctance, magnetic circuits, self and mutual inductance of symbol configurations. ഓക്കെ, ഇനി മോഡ്യൂൾ 2-ലുള്ളതാണ് ഇലക്ട്രിക്കൽ മെഷീൻസ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, ഇക്വാലൻറ്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം, ടെസ്റ്റ്, റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി, 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സ്, കണക്ഷൻസ്, പാരലൽ ഓപ്പറേഷൻ, ഓട്ടോ ട്രാൻസ്ഫോമർ, എനർജി കൺവേർഷൻ പ്രിൻസിപ്പിൾസ്, DC മെഷീൻസ്, ടൈപ്സ്, വൈൻഡിങ്സ്, ജനറേറ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, ആർമേച്ചർ റിയാക്ഷൻ ആൻഡ് കമ്മ്യൂട്ടേഷൻ, സ്റ്റാർട്ടിംഗ് ആൻഡ് സ്പീഡ് കൺട്രോൾ ഓഫ് മോട്ടേഴ്സ്, 3-phase induction motors, principles, types, performance characteristics, starting and speed control, single-phase induction motors, synchronous machines, performance, regulation and parallel operation of generators, motor starting, characteristics and applications, servo and stepper motors. ഓക്കെ, ഇനി മോഡ്യൂൾ 3-ൽ വരുന്നത് പവർ സിസ്റ്റമാണ്. അതിൽ വരുന്നത് ബേസിക് പവർ ജനറേഷൻ കൺസെപ്റ്റ്സ്, ട്രാൻസ്മിഷൻ ലൈൻ മോഡൽസ് ആൻഡ് പെർഫോമൻസ്, കേബിൾ പെർഫോമൻസ്, ഇൻസുലേഷൻ, കൊറോണ ആൻഡ് റേഡിയോ ഇൻ്റർഫറൻസ്, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, പെർ യൂണിറ്റ് ക്വാണ്ടിറ്റീസ്, ബസ് ഇംപെഡൻസ് ആൻഡ് അഡ്മിറ്റൻസ് മെട്രിസസ്, ലോഡ് ഫ്ലോ, വോൾട്ടേജ് കൺട്രോൾ, പവർ ഫാക്ടർ കറക്ഷൻ, എക്കണോമിക് ഓപ്പറേഷൻ, സിമെട്രിക്കൽ കമ്പോണൻസ്, ഫോൾട്ട് അനാലിസിസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഓവർ കറണ്ട്, differential and distance protection, solid state relays and digital protection, circuit breakers, system stability concepts, Swing's curves and equal area criterion, HVDC transmission and FATS concepts. ഓക്കെ, ഇനി അടുത്തതിൽ കൂടി തന്നെ വരുന്നതാണ് കൺട്രോൾ സിസ്റ്റം. അതിലുള്ളതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഫീഡ്ബാക്ക്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ബ്ലോക്ക് ഡയഗ്രാംസ്, സ്റ്റഡി സ്റ്റേറ്റ് ഇറേഴ്സ്, റൗത്ത് ആൻഡ് നിക്വിസ്റ്റ് ടെക്നിക്സ്, ബോർഡ് പ്ലോട്ട്സ്, root locke, lag, lead and lead lag compensation, state space model, state transition matrix, controllability and observability. ഓക്കെ, ഇനി അടുത്ത് മോഡ്യൂൾ 4-ൽ വരുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് മെഷർമെൻറ്റ്സ് ആണ്. അതിൽ വരുന്നതാണ് ബ്രിഡ്ജസ് ആൻഡ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്, PMMC, മൂവിംഗ് അയൺ, ഡൈനാമോമീറ്റർ ആൻഡ് ഇൻഡക്ഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സ്, മെഷർമെൻറ്റ് ഓഫ് വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി ആൻഡ് പവർ ഫാക്ടർ, instrument transformers, digital altimeters and multimeters, phase, time and frequency measurement, Q meters, oscilloscopes, potentiometric recorders, error analysis. ഇനിയുള്ളത് ടൈപ്സ് ഓഫ് എർത്തിങ്, മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ് ആൻഡ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്,
testing of electrical installations, house wiring and industrial wiring, fuses, types and characteristics, materials used, electric tractions, speed time curves, illumination, measurement of luminous intensity, integrating spheres. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 5 വരുന്നത് അനലോഗ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആണ്. അതിലുള്ളതാണ് സ്മോൾ സിഗ്നൽ ഇക്വാലൻറ്റ് സർക്യൂട്ട് ഓഫ് ഡയോഡ്സ്, BJTs, MOSFETs and analog CMOS, simple diode circuits, clipping, clamping, rectifier, amplifiers, single and multi-stage differential amplifiers, op-amp, applications, bandwidth and performance of amplifiers, sinusoidal oscillators, criterion for oscillation, single transistor and op-amp configurations, function generators and wave shaping circuits, 555 timers, PLL principles and applications. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 6 വരുന്നതാണ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. അതിലുള്ളത് ട്രൂത്ത് ടേബിൾ, മിനിമൈസേഷൻ ഓഫ് ബൂളിയൻ ഫങ്ഷൻസ്, റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് ടേബിൾ, കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അർത്തമെറ്റിക് സർക്യൂട്ട്സ്, കോഡ് കൺവേർട്ടേഴ്സ്, മൾട്ടിപ്ലെക്സേഴ്സ്, ഡീകോഡേഴ്സ്, proms and PLAs, implementations using universal gates, sequential circuits, latches and flip-flops, state machine representation, counters and shift registers, sample and hold circuits, ADCs, DAC, semiconductor memories, FPGA. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 7 വരുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അനലോഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി മോഡുലേഷൻ and demodulation systems, spectral analysis of these operations, super heterodyne receivers, realizations of analog communication systems, signal to noise ratio calculations for amplitude modulation and frequency modulation, fundamentals of information theory, digital communication system, pulse code modulation, differential pulse code modulation, digital modulation schemes, amplitude, phase and frequency shift keying schemes, basics of TDMA, FDMA, Maxwell's equations, differential and integral forms, wave equation, Poynting vector, transmission lines, characteristics impedance, impedance transformation, basics of antennas, dipole antennas, radiation pattern, antenna parameters. At the module 8 power electronics, characteristics of principle of operation of diac, triac, power MOSFET, SCR, IGBT, rectifiers and filters, half bridge and full bridge rectifiers with RC filters, voltage regulators, voltage and current protection, DC to DC converters, buck and boost converters, half bridge and full bridge converters, inverters, pulse width modulation techniques, SMPS, പ്രിൻസിപ്പിൾസ് ഓഫ് DC ആൻഡ് AC മോട്ടോർ കൺട്രോൾ. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് സിലബസിൽ വരുന്നത്. ഓക്കെ, ഈ എക്സാംസിൻ്റെയൊക്കെ കോച്ചിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഓൾറെഡി ഇതിൽ കുറേ ക്ലാസ്സസ് ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കാണാത്തവർ കാണുക. ഓക്കെ ആണോ? KCB സബ് എഞ്ചിനീയർ എക്സാംസിൻ്റെ കോച്ചിങ് നടത്തി വരുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.